ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നോയൽ ബിനു ചാക്കോ, വേങ്ങൽ ശാലയം മാർത്തോമ ഇടവകയുടെ ഒരു അംഗമാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ CSMലെ അങ്കിളിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുവാനും ധ്യാനിക്കുവാനും ഒരു നല്ല അവസരം കൂടി ഒരുക്കി തന്നതിനായി സ്തോത്രം. അടിയന്റെ നാവിനോടും കേൾക്കുന്ന ചെവികളോടും കൂടെ ഇരുന്ന് അങ്ങയുടെ നാമമഹത്വത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമാറാക്കണമേ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ്. ഈ വേദഭാഗത്തിൽ യേശുവിന്റെ സ്നാനവും പിന്നീട് മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസവുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പിതാവായ ദൈവത്തിന് പുത്രനായ യേശുവിനെ കുറിച്ചുള്ള പദ്ധതികളോടുള്ള വിധേയത്വമായി മാറുന്നു ഇവിടെ യേശുവിന്റെ സ്നാനം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് യേശുവിനെ പിന്നീട് ആത്മാവാണ് നയിക്കുന്നത്. അങ്ങനെ വാക്യം 12 കാണുന്നു. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. എന്നാൽ വാക്യം 12 അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. മരുഭൂമിയിലേക്ക് പോയ യേശുവിന് സാത്താനാൽ പരീക്ഷപ്പെടുന്ന 40 ദിവസം കാട്ടുമൃഗങ്ങളോടുകൂടെയുള്ള അതേ 40 ദിവസം, ദൂതന്മാരുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയ അതേ 40 ദിവസം. ആ 40 ദിവസങ്ങൾ അങ്ങനെ മരുഭൂമിയിൽ കഠിനമായ സന്ദർഭങ്ങളിലൂടെ ദൈവത്തോട് മാത്രം സമ്പർക്കം പുലർത്തി ആത്മാവിൽ ശക്തപ്പെട്ട് വെല്ലുവിളികളെ ജയിച്ച് ദൂതന്മാർ സേവിച്ച ഒരു യേശുവിനെ നാം ഈ വേദഭാഗത്തിൽ കാണുന്നു. ഒരു നിമിഷം ഇവിടെ നമുക്ക് ചിന്തിക്കാം. നാം എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാറുണ്ടല്ലോ. ദീർഘദൂര യാത്രകൾക്ക് മുമ്പ് നാം അതിനാവശ്യമുള്ള തയ്യാറെടുപ്പ് മുന്നവേ ചെയ്യാറുണ്ട്. വേണ്ടുന്ന വസ്ത്രം, തുണി, മരുന്നുകൾ, ഫോൺ, ചാർജറുകൾ, ചെല്ലുന്ന സ്ഥലത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ കരുതാറുണ്ടല്ലോ. അതുപോലെ തന്നെ യേശുവും തന്റെ മുമ്പിലുള്ള ഒരു അതിഭയങ്കരമായ യാത്രയ്ക്ക് സ്വയം തയ്യാറെടുക്കുന്നതാണ് മർക്കോസ് 1:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. മാനവരാശിക്കായി തന്റെ ജീവൻ ബലിയായി കൊടുക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതു ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് മാതൃകയായ ഒരു യേശുവിന്റെ തയ്യാറെടുപ്പാണ് നാം ഈ വേദഭാഗത്തിൽ വെളിവാകുന്നത്. ഇതുപോലെ ആകണം നാം ഓരോരുത്തരും. ഒരു തയ്യാറെടുപ്പില്ലാതെ യാത്ര ചെയ്താൽ ഒളിഞ്ഞിരിക്കുന്ന ആപത്തുകൾ ഏറെയാണ്. അവയെ നമുക്ക് എപ്പോഴും തരണം ചെയ്യാൻ കഴിയുകയില്ല. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എന്തെന്ന് മനസ്സിലാക്കി അവയെ അനുസരിക്കാൻ തയ്യാറായാൽ പിന്നീട് നാമല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആയിരിക്കും നമ്മുടെ നായകൻ. അങ്ങനെ ആത്മാവിന്റെ നേതൃത്വത്തിലുള്ള യാത്ര അതിവിശിഷ്ടമായ ഒരു യാത്രയായിരിക്കും. ഒന്നാമത്തേത്, പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അവയെ എതിർക്കാനുള്ള ശക്തി നൽകുന്ന യാത്ര. 2, സ്വയത്തെ നിയന്ത്രിച്ച് ജഡാഭിലാഷങ്ങളെ ജയിക്കാൻ ബലം തരുന്ന യാത്ര. 3, ദൈവത്തെ കൂടുതൽ അറിയാനും എപ്പോഴും കൂടെ ഇരിക്കുവാനുമുള്ള അതിയായ ആഗ്രഹം ഉളവാകുന്ന ഒരു യാത്രയാണ്. യേശു മാതൃകയായി നമ്മെ കാണിച്ചതുപോലെ നമ്മുടെയും സുവിശേഷ സമർപ്പണ യാത്രയ്ക്ക് മുന്നോടിയായി നമുക്കും ഉചിതമായ തയ്യാറെടുക്കാമെന്ന ആഹ്വാനത്തോടുകൂടെ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. മാരാനാഥ.